മുൻപെങ്ങും പുറത്തെടുക്കാത്ത വിധത്തിലുള്ള മാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാൻ ആകട്ടെ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുന്നത്. ചൈനയുടെ ആയുധങ്ങളും സാറ്റലൈറ്റ് ടെക്നോളജികളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇറാൻ ഇത്രയും നാൾ ആക്രമണം ശക്തമാക്കുകയാണ് ഉണ്ടായത്. എന്നാൽ തങ്ങളുടെ കയ്യിൽ മാരകമായ ഇതിലും പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഉണ്ടെന്നും ഇവയൊന്നും തന്നെ പുറത്തെടുത്തിട്ടില്ല എന്നും ഇറാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഒടുവിൽ ഇപ്പോൾ ഇസ്രായേലിന് നേരെ ഇറാൻ അവരുടെ ഏറ്റവും ശക്തമായ അല്ലെങ്കിൽ കരുത്താർന്ന ഖുറംശഖർ 4 എന്ന മിസൈൽ കഴിഞ്ഞ ദിവസം പ്രയോഗിച്ചതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇസ്രായേലിലെ പ്രധാന നഗരങ്ങളിൽ ഒന്നായ ടെൽ അവീവിന് നേരെയാണ് ഇവർ ഈ ഒരു മിസൈൽ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ഇവിടെ കെട്ടിടങ്ങൾ തകർന്നു വീഴുകയും 2 പേർ കൊല്ലപ്പെടുകയും ചെയ്തതായിട്ടുള്ള സ്ഥിരീകരണങ്ങൾ അടക്കമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഇറാന്റെ ആവനാഴിയിലെ ഏറ്റവും ശക്തമായ മിസൈലുകളാണ് ഖുറംശഖർ 4 എന്ന മിസൈൽ. ശബ്ദത്തെക്കാൾ 8 മുതൽ 16 മടങ്ങ് വരെ വേഗതയിൽ അതിന് കുതിക്കുന്നതിൽ അല്ലെങ്കിൽ റഡാറുകൾക്ക് പോലും ഇവയെ അടയാളപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ് എന്നതാണ് മറ്റൊരു വസ്തുതയായി എടുത്തു പറയുന്നത്. അതേപോലെ തന്നെ ഈ ഖുറംശഖർ 4 എന്നത് ക്ലസ്റ്റർ ബോംബ് ഉൾപ്പെടുത്തിയ ഇനമാണ് എന്നതാണ് വ്യക്തമാകുന്നത്. ഇതാണ് ഇസ്രായേലിനെതിരെ തന്നെ പ്രയോഗിച്ചിരിക്കുന്നത്. ഇതിലൊരു ബാലിസ്റ്റിക് മിസൈലിൽ തന്നെ 80 ചെറു ബോംബുകൾ ഘടിപ്പിക്കാൻ സാധിക്കും. ആകാശത്ത് വെച്ച് തന്നെ ഈ മിസൈലിൽ 80 ബോംബുകളായി തന്നെ ചിതറി ശത്രുവിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് പതിക്കാൻ ഇവയ്ക്ക് സാധിക്കുമെന്നതാണ് ഏറ്റവും പ്രത്യേകതയായി എടുത്തു പറയുന്നത്. ഇറാനെതിരെ ഇസ്രായേലിന്റെ അയൺ ഡോമിൽ നിന്നും മിസൈൽ വന്നാൽ ഈ 80 ബോംബുകളെയും അവിടെ അടിച്ചെടുക്കുക വലിയ പ്രയാസമായിരിക്കുമെന്നാണ് വ്യക്തമാകുന്നത്. മാത്രമല്ല ഈ ബോംബുകളിൽ വലിയ തോതിൽ ഉഗ്ര സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുന്നതിനാൽ തന്നെ നല്ല നാശനഷ്ടങ്ങൾ വരുത്തുവാനും ഇവയ്ക്ക് സാധിക്കുമെന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന് നേരെ ഇറാൻ പ്രയോഗിച്ചതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഖുറംശഖർ പുറത്തെടുത്തത് അതിനർത്ഥം മറ്റൊരു യുദ്ധം യുദ്ധം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നതായി തന്നെയാണ് നിരീക്ഷകർ ഇതിനോടായി തന്നെ വിലയിരുത്തപ്പെടുന്നത്. ഏകദേശം 1500 കിലോഗ്രാം മുതൽ 1800 കിലോഗ്രാം വരെ തന്നെ ഉഗ്ര സ്ഫോടക വസ്തുക്കൾ വഹിക്കുവാനുള്ള ഒരു പോർമുനയായി തന്നെയാണ് ഇതിനെ കണക്കാക്കിയിരിക്കുന്നത്. 2000 കിലോമീറ്റർ വരെ ദൂരപരിധി ഉള്ളതിനാൽ തന്നെ ഇസ്രായേലിന്റെ ഏത് ഭാഗത്ത് പോലും ഉഗ്ര സ്ഫോടനവും നാശനഷ്ടങ്ങളും ഉണ്ടാക്കാൻ ഇവയ്ക്ക് ഈ മിസൈലിന് സാധിക്കുമെന്ന് മാത്രമല്ല ഇതിൽ ഉപയോഗിക്കുന്നതാകട്ടെ ഹൈപ്പർഗോളിക് ഇന്ധനമാണ് എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. അതായത് ഇന്ധനവും ഓക്സിഡൈസറുമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇത് രണ്ടും ഉരസിയാൽ ഉഗ്രമായി തന്നെ കത്തിജ്വലിക്കും എന്നതിനാൽ തന്നെ അതിൽ നിന്നുണ്ടാകുന്ന ഊർജം കൊണ്ട് മിസൈലിന് ഭൂമിയിൽ നിന്നും കരുത്താർജിച്ചുകൊണ്ട് കുതിച്ചുയരാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പുറത്തു നിന്നും മിസൈൽ വിക്ഷേപിക്കാൻ പ്രത്യേകിച്ച് ഒരു ഇത് കത്തിക്കാൻ വലിയ രീതിയിൽ ഒരു നാശനഷ്ടങ്ങൾ ഉൾപ്പെടെ ഇതിനവിടെ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന വിലയിരുത്തലാണ് പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാകട്ടെ ഇസ്രായേൽ ആകട്ടെ ഇറാന്റെ 3 ഭരണ തലവന്മാരെയാണ് അവിടെ വധിച്ചത്. മാത്രമല്ല അലി ലരിജാനിക്ക് പുറമെ തന്നെ മറ്റ് 2 നേതാക്കൾ കൂടി ഇസ്രായേൽ വധിച്ചതോടെ ഇസ്രായേലിന് നേരെ ഇറാൻ കൂടുതൽ പ്രത്യാക്രമണങ്ങൾ നടത്തുന്നതായി തന്നെ വിവരങ്ങൾ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. മാത്രമല്ല ഇതിന് പുറമെ തന്നെ ചില ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയും ആക്രമണം ഉണ്ടാകുന്നതായുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.